സിനിമ കണ്ടിട്ട് ഇറങ്ങിയതുള്ള അടിപൊളി പടം. മമ്മൂട്ടി മോഹൻലാലിന്റെ സിനിമ ഒത്തിരി നാളുകൊണ്ട് മമ്മൂട്ടി മോഹൻലാലിന്റെ സിനിമ കാണണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ വന്ന് കണ്ട പടമാണ്. എന്തായാലും പൈസ വെറുതെ പോയില്ല, നല്ല അടിപൊളി പടം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി പടം. ഫാമിലി ആയിട്ടൊക്കെ എല്ലാവർക്കും വന്ന് കണ്ട പൈസ വെറുതെ പോകത്തില്ല. അതുപോലെ ചാക്കോച്ചൻ, നയൻതാര, ഇന്ദ്രൻസ്, അങ്ങനെ മലയാള സിനിമയിലെ ഒരുപാട് താരനിരകൾ ഇങ്ങനെ അണിനിരുന്ന എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി പടമാണ്. പിന്നെ നല്ലൊരു കഥയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മുടെ മൊബൈല്, ലാപ്ടോപ്പ്, ഇതൊക്കെ നമ്മളെ ഇപ്പൊ ആധുനിക കാലഘട്ടത്തില് ഒരു രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇങ്ങനെ കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ഒരു ഇലക്ഷൻ കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോ. അപ്പൊ ആ ലാപ്ടോപ്പും മൊബൈലും കൊണ്ടൊക്കെ ദുരുപയോഗങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്ന ഉള്ളത്, അതിന്റെ മിസ്യൂസും കാര്യങ്ങളൊക്കെ ഒരു കേന്ദ്രമായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു. പിന്നെ അതുപോലെ തന്നെ ഫൈറ്റ് ആണ് ഇതിനകത്ത്, ഫൈറ്റ് സീനും കാര്യങ്ങളും നല്ല തമിഴ് സിനിമയും ഇംഗ്ലീഷ് സിനിമയും ഹിന്ദി സിനിമയൊക്കെ വെല്ലുന്ന, അതിനേക്കാട്ട് വെല്ലുന്ന ഫൈറ്റ് സീനാണ് മമ്മൂട്ടി മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ, അതുപോലെ തന്നെ ഫഹദ് ഫാസിലിന്റെ എടുത്ത് പറയത്തക്ക രീതിയുള്ള. ഫഹദ് ഫാസിലെ ഒരു വില്ലൻ വേഷമാണെങ്കിലും അടിപൊളിയായിട്ട് തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. വില്ലേ ആളെന്ന് പറയാൻ പറ്റത്തില്ല, നല്ല നമ്മള് ലയിച്ചിരുന്നു പോകുന്നത്. നമുക്ക് സെന്റിമെന്റ്സ് ആയാലും ഹാപ്പി ആയാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി എൻജോയ്മെന്റ്, അടിപൊളി പടം, സൂപ്പർ. പടം ഡീസെന്റ് വാച്ച് ആണ്. ഐ വോണ്ട് സീ ദാറ്റ് ഇറ്റ് ഇസ് എക്സ്ട്രീംലി ഗുഡ് അല്ലെങ്കിൽ ഭയങ്കര നല്ലതാണ്, അങ്ങനെയല്ല. ബട്ട് ദെൻ ഇറ്റ് ഇസ് നോട്ട് ഡിസപ്പോയിന്റിങ്. അത്യാവശ്യം നല്ല രീതിയിൽ അവരത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇൻഡിവിജ്വൽ പെർഫോമൻസ്, അതിപ്പം ആരെ എടുത്താലും, ഈ 4 മെയിൻ സൂപ്പർ സ്റ്റാർസ് ആയാലും അല്ലെങ്കിൽ രേവതി മാം ആയാലും നയൻതാര മാം ആയാലും ആരെ എടുത്താലും ഇവരെല്ലാം ദേ ഓൾ ലിറ്ററലി സേവ്, എല്ലാവരും കൊള്ളാം. പക്ഷേ വാട്ട്സ് ക്യാച്ച്, ഇതിലൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് ഒക്കെ നല്ല എൻഗേജിങ് ആണ്. സെക്കൻഡ് ഹാഫിലോട്ട് വരുന്ന സമയത്തും ആക്ച്വലി ഡിസ്കസിങ് എ വെരി സെൻസിറ്റീവ് ടോപ്പിക്, വളരെ സെൻസിറ്റീവ് ആണ്, നല്ല ടോപ്പിക്കാണ്. പക്ഷേ ഇതെല്ലാം ഒരുപാട് ഡീറ്റെയിൽസ് ആയപ്പോഴത്തേക്കും ഇതെല്ലാം കൂടെ സമ്മറൈസ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടി, അപ്പോൾ കുറച്ച് റഷ് ചെയ്യുന്ന പോലെ തോന്നി. അപ്പോൾ ദാറ്റ്സ് വാട്ട് മേക്ക് ദ ഫിലിം എ ബിറ്റ് ടു ദി ആവറേജ്. സോ ഐ വിൽ സേ ലൈക്ക് കുറച്ചുകൂടെ ഇമോഷണൽ കണക്ട് ഉണ്ട്, ഇല്ല എന്നല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഇമോഷണൽ കണക്ട് ഉണ്ട്. ദാറ്റ്സ് ഓൾസോ ഫൈൻ. അപ്പം ടോട്ടലി ആസ് എ ഫിലിം ഐ വിൽ സേ ഇറ്റ് ഇസ് ബിറ്റ്വീൻ ആവറേജ് ആൻഡ് അബവ് ആവറേജ്. ദാറ്റ്സ് ഓൾ. ഇറ്റ് ഡിഡ് വർക്ക് ഫോർ മീ. ആൻഡ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇവരൊക്കെ ഒരുമിച്ച് ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഐ വിൽ സേ തിയേറ്റർ വാച്ച് ഇസ് റെക്കമെൻഡഡ്. കാര്യം ആ ഒരു ക്രൂ അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിന് വേണ്ടി. സോ ഐ സേ തിയേറ്ററിൽ തന്നെ വന്ന് വാച്ച് ചെയ്യുക. ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി വർത്ത് ഇറ്റ്, ബട്ട് ദെൻ നോട്ട് ലൈക്ക് എക്സ്ട്രീംലി ഗുഡ് അങ്ങനെ, ബട്ട് ഇറ്റ് ഇസ് ഗുഡ്. നമ്മളിത് കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്നതാണ് ഫോൺ. ഈവൻ ലാപ്ടോപ്പ് ആയാലും നമുക്ക് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ ഉള്ളിലൊക്കെ എത്രത്തോളം പ്രശ്നങ്ങളുണ്ട് നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ എല്ലാം കാണുമ്പോൾ ഇൻസ്റ്റാൾ ചെയ്യും, നോക്കും. അപ്പൊ അതൊക്കെ നമ്മളെ എത്ര എഫക്ട് ചെയ്യും, നമ്മുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് അതൊക്കെ എത്തി നോക്കുന്നു എന്നുള്ളത് നമുക്കൊരു പേടിപ്പെടുത്തുന്ന ഒരു സാധനം കൂടിയാണ്. അപ്പൊ അതൊരു വലിയൊരു മെസ്സേജ് തന്നെയാണ്. എന്ന് വെച്ചാൽ എല്ലാവരും അത് കെയർഫുൾ ആയിരിക്കണം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പിള്ളേർക്ക് ഗെയിം ആയാലും എല്ലാ സാധനവും ഒന്നും നോക്കാതെ ഇൻസ്റ്റാൾ ചെയ്യും. അപ്പൊ അതിന്റെ പിന്നിൽ എത്രത്തോളം പ്രശ്നം ഉണ്ടെന്നൊക്കെ കാണിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ അതൊരു ലാലേട്ടനും മമ്മൂക്കയും കൂടെ ഒന്നിച്ച്, ലാലേട്ടനും മമ്മൂക്കയെന്ന് വെച്ചാൽ നമുക്ക് രണ്ടുപേരെയും അടിപൊളിയാണ്. അപ്പൊ അവരെ കണ്ടിരിക്കുമ്പോ തന്നെ ഭയങ്കര രസമാണ്. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഫാമിലിയൊക്കെ കാണാൻ പറ്റിയ മൂവിയാണോ? അതെ അതെ അതെ, ഉറപ്പായിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലൊരു മെസ്സേജ്. ഇപ്പൊ ലോൺ ആപ്പും അങ്ങനത്തെ കുറെ, ഞാനെല്ലാം പറയുന്നില്ല, എല്ലാവർക്കും കാണാനുള്ള കാര്യമായോണ്ട്. അപ്പൊ അതിനെ പിന്തുടർന്നുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ സാധാരണക്കാരെ ബാധിക്കുന്ന കാര്യം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എല്ലാവരും പടം വന്ന് കാണുക.